ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇന്നലെ ഇട്ട ഹൗസ് ഡ്രൈവറുടെ സ്റ്റോറി സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യില്ലേ? അപ്പോൾ നമുക്കിന്ന് ആ സെക്കൻഡ് പാർട്ട് ഇട്ടാലോ? പിറ്റേന്ന് അതിരാവിലെ തന്നെ ഒരു പാകിസ്ഥാനി കാറും കൊണ്ടുവന്നു. അതിൽ കയറി അയാളോട് കൂടെ ടൗണിൽ മെഡിക്കൽ എടുക്കാൻ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി എന്നോട് കഴിഞ്ഞാൽ വിളിക്കണമെന്നും പറഞ്ഞ് ഒരു നമ്പർ തന്നു. അവിടെയും മലയാളികളുണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. വൈകുന്നേരമാണ് തിരിച്ചെത്തിയത്. റിസൾട്ട് കിട്ടാൻ 2 ദിവസം എടുക്കുമെന്നും അത് വാങ്ങി ഞാൻ വരാമെന്നും പറഞ്ഞയാൾ പോയി. അയാളെ ആകും കഫിൽ എല്ലാം ഏൽപ്പിച്ചത് എന്നെനിക്ക് തോന്നി. വന്ന ഉടനെ ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോയി. വല്ലതും തിന്നണമല്ലോ. സൽമാൻ്റെ നമ്പർ കയ്യിലില്ല. കഥയിൽ മുട്ടിയിട്ട് ആരും വന്നില്ല. അവസാനം ഞാൻ അന്നയുടെ നമ്പർ വിളിച്ച് ചാടിയെടുത്തവൾ എന്തു പറയും? ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവൾക്കറിയോ ഞാൻ സെൽമ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന പറഞ്ഞു സ്ലീപ്പിംഗ് എന്ന്. എന്ത് അവസ്ഥയാണ്? ഞാനൊരു നിമിഷം ആലോചിച്ച് പറഞ്ഞു കം ഔട്ട് സൈഡ്. അവൾ വേഗം ഓക്കെ പറഞ്ഞു. ഫോൺ കട്ടാക്കി അടുക്കളയോട് ചേർന്നുള്ള മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഹന്നയെ കണ്ട് ഞാൻ വാ പൊളിച്ചു. തട്ടമിടാതെ ആദ്യമായാണ് ഞാൻ അവളെ കാണുന്നത്. ചുരുണ്ട സ്പ്രിങ് പോലെയുള്ള മുടി മുന്നോട്ടിട്ട് അവൾ വന്നെൻ്റെ മുന്നിൽ നിന്നപ്പോൾ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പോരിന് വിളിക്കുന്നത് പോലെ അവളുടെ ഫ്രണ്ട് നൈറ്റി തുളച്ച് നിന്നിരുന്നു. ഒന്നും മിണ്ടാ നിന്ന എന്നോട് അവൾ ആംഗ്യത്തിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ തന്നെ ഞാൻ തിന്നത് പോലെ കാണിച്ചു. റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ കൊണ്ടുവരാം എന്നവൾ പറഞ്ഞതും കേട്ട് ഞാൻ തിരിഞ്ഞു നടന്നു. റൂമിലെത്തിയിട്ടും എൻ്റെ മനസ്സിൽ നിന്നും ആ കാഴ്ച പോയില്ല. അവൾ വരുന്നത് കണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയിരുന്നു. എൻ്റെ അടുത്തെത്തി ഭക്ഷണപാത്രം എൻ്റെ നേരെ നീട്ടിയപ്പോൾ ഫ്രണ്ടുകൾ തമ്മിൽ ഇറക്കി വിട്ടിയ നൈറ്റിയുടെ കഴുത്ത് വഴി ഫ്രണ്ടിലേക്ക് ചാടിയിരിക്കുന്നു. അവളുമായുള്ള എൻ്റെ മുറി ഇംഗ്ലീഷ് ഞാൻ സംഭാഷണമായി അവതരിപ്പിക്കട്ടെ. മെഡിക്കൽ കഴിഞ്ഞു. ശരി, പോകട്ടെ. ഇന്നെന്താ ഈ ഡ്രസ്സിൽ? ഹോട്ടായിട്ടുണ്ട്. അതിനൊരു ചിരി പാസാക്കി അവൾ നടന്നു നീങ്ങി. ഇതിനു മുമ്പ് ഞാൻ ഇത്രയും ശരീരവടിവുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല. വന്നിട്ടല്ലേ ഉള്ളൂ, നോക്കാം. 4-5 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഈ സ്ഥലവുമായി പൊരുത്തപ്പെടാനും ഇണങ്ങാനും എനിക്ക് കഴിഞ്ഞു. കഫീലിൻ്റെ പിടിപാടും എൻ്റെ ഡ്രൈവിംഗ് പരിചയം വെച്ച് ലൈസൻസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. കൊണ്ടുവന്ന ഇസ്മായിലിനും വീട്ടിലുള്ളവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു അത്. ഇതിനിടയിൽ ഞാൻ സെൽമയും ഹന്നയുമായി നന്നായി അടുത്തു. ഹന്നയുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് പിടിച്ചു നിൽക്കുന്നത് തന്നെ സമ്മതിക്കണം. അത്രയ്ക്ക് ആളെ വശീകരിക്കുന്ന ഭാവമായിരുന്നു അവൾക്ക് എപ്പോഴും. അന്ന് രാത്രി ഭക്ഷണം കൊണ്ടുവന്നിട്ട് പതിവ് പോലെ പുറത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ സെൽമ പറഞ്ഞു, നാളെ കഫീലും പുതിയ ഭാര്യയും കൂടി ലണ്ടനിൽ പോകും. നാളെയല്ലേ കല്യാണം? ഇവരെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഉണ്ടാകും. എന്നാ വരിക? അത് പറഞ്ഞില്ല, വിളിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും 10 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. ഹണിമൂൺ ട്രിപ്പല്ലേ? അയ്യോ, എൻ്റെ ഫോൺ റൂമിലാണ്. അതും പറഞ്ഞ് അവൾ പോകാൻ എണീറ്റു. ഹന്നയോട് എന്തോ പറഞ്ഞപ്പോൾ അവളും എണീക്കുന്നത് കണ്ടു. 2 ആളും പോകാനോ? ആകെ രാത്രിയെയാണ് ഒന്ന് മിണ്ടാൻ പറ്റുക. അപ്പോഴേക്കും പോവുകയാണോ? എന്നാൽ ഞാൻ പോയി ഫോൺ എടുത്തു വരാം. അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. സെൽമ നടന്നു നീങ്ങി. റൂമിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങളുടെ ഇരുത്തം. അങ്ങോട്ട് വെളിച്ചവും കുറവായിരുന്നു. കൈയെത്തും അകലെ ഇരുന്ന് എന്നെ തന്നെ നോക്കുന്ന അവളുടെ അരികിലേക്ക് ഞാൻ നീങ്ങിയിരുന്നു. എന്നെ ഒന്ന് നോക്കി അവൾ അവിടെ തന്നെ ഇരുന്നു. വീട്ടിലേക്ക് പോകുന്ന സെൽമയെ നോക്കി ഞാൻ പെട്ടെന്നൊരാവേശത്തിൽ അവളുടെ ഫ്രണ്ടിൽ കയറി പിടിച്ചു. അതവൾ പ്രതീക്ഷിച്ചു കാണില്ല. അതാകും അന്ന ചാടി എണീറ്റത്. ഒരടി ബാക്കിലേക്ക് വെച്ചവൾ റൂമും മതിലും ചേർന്ന ഗ്യാപ്പുണ്ട് അങ്ങോട്ട് നിന്നു. അവളുടെ ചുണ്ടിലെ വിരിഞ്ഞ പുഞ്ചിരി എന്നെ മാടി വിളിക്കുന്നതിന് സമമായിരുന്നു. എണീറ്റ് ഞാൻ അവൾക്കരികിലേക്ക് നിന്ന് 2 കൈകളും അന്നയുടെ ഇടുപ്പിൽ വെച്ച് എന്നിലേക്ക് വലിച്ചു. സെൽമ, അതും പറഞ്ഞവൾ എൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു. അങ്ങനെ ഞങ്ങൾ സെൽമ വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ സെൽമയെ കാണുന്നില്ല. ഞങ്ങളുടെ കളി അവിടെ തുടങ്ങി. കുറച്ചു നേരം ഞങ്ങൾ കളിച്ചു. ഞങ്ങൾ 2 പേരും നന്നായി തന്നെ സുഖിച്ചു. പിന്നെ അന്ന് രാത്രിയും ഞങ്ങൾ ഒരുപാട് നേരം ചാറ്റ് ചെയ്തു. കുറേ ഫോട്ടോസും അവൾ വിട്ടു തന്നു. സെൽമയില്ലെങ്കിൽ അവൾ ഇവിടെ കിടന്നേനെ എന്ന് ഞാൻ ഓർത്തു. ഹന്നയ്ക്കും നല്ല പേടിയാണ് സെൽമയെ. അതുകൊണ്ട് അവൾ ഒരു റിസ്ക് എടുക്കാൻ മുതിരില്ല. എങ്ങനെയെങ്കിലും നല്ലൊരു ചാൻസ് കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ ഓർത്തു. പിറ്റേന്ന് ഇസ്മായിൽ വന്നു എൻ്റെ അടുക്കൽ. അവിടെ കണ്ടിട്ട് അവൻ എന്നോട് ചോദിച്ചു, ഇത് എന്ത് സ്ഥലമാടാ? ഒരാളുമില്ലല്ലോ. ഇവിടെ വീടുകൾ വരുന്നതേ ഉള്ളൂ. നിൻ്റെ വീട്ടിലും ആരുമില്ലല്ലോ. അയാളിന് ഉടായിപ്പാണോ? അല്ലടാ, പാവമാ. മേഡം വന്നിട്ടില്ലല്ലോ. വന്നിട്ട് നോക്ക് എന്താ പാടെന്ന്.
1-2 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചാണ് അവൻ പോയത്. ചാനലിൽ വരുന്ന സകല സിനിമയും ഞാൻ കാണാൻ തുടങ്ങി. പിന്നെ ഉറക്കവുമായി. 2-3 ദിവസം കൂടി കഴിഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. കാലത്ത് ഒരു 10 മണി ആയി കാണും. ഞാൻ ചായ കുടിച്ച് ചുമ്മാ ചാനലും മാറ്റിയിരിക്കുമ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നത് ഞാൻ കേട്ടു. വാതിൽ തുറന്ന എൻ്റെ മുന്നിൽ സെൽമ നിൽക്കുന്നത് കണ്ട് എങ്ങോട്ടോ പോകാനോ അതോ പോയിട്ട് വരുന്നതോ ആയ വേഷമാണ്. ഞാനൊന്ന് പുറത്തു പോവുകയാണ്. എങ്ങോട്ട്? ഞാൻ ആദ്യം പണിയെടുത്ത വീട്ടിലെ പണിക്കാരികൾ. ഒരാൾ മലയാളിയാണ്. അവർ മാളിൽ പോകുന്നുണ്ട്. അവരുടെ കൂടെ. കഫീൽ അറിഞ്ഞാലോ? ഇല്ല, ഇങ്ങോട്ട് ആരും വരില്ല. അപ്പോൾ ഹന്നയോ? അവളെ ഞാൻ കുറേ വിളിച്ചതാ, വെയ്യാന്ന്. എന്തു പറ്റി? വയറുവേദന. പിന്നെ നിൻ്റെ കയ്യിൽ കാശുണ്ടോ? എത്ര? 100. ഞാൻ പേഴ്സിൽ നിന്ന് അവൾക്ക് പൈസ എടുത്തു കൊടുത്തു. ബാബ വന്നാൽ ശമ്പളം കിട്ടും, അപ്പോൾ തരാം. ഓ, 10 മിനിറ്റ് ആയി കാണും. ഒരു ലാൻഡ് ക്രൂയിസർ വന്ന് പുറത്തു നിന്നു. അതിൽ നിന്ന് 3-4 പെണ്ണുങ്ങൾ ഇറങ്ങി വന്ന് സെൽമയെ കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ച് മുറിയിലേക്ക് കയറിയപ്പോഴാണ് അന്ന ഒറ്റയ്ക്കാണെന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഫോൺ എടുത്ത് അവൾക്ക് വിളിക്കാൻ ഒരുങ്ങിയതും അവളുടെ കോൾ എൻ്റെ ഫോണിലേക്ക്. ഹലോ, 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. ഓക്കെ. 10 മിനിറ്റ് എനിക്കും വേണ്ടിയിരുന്നു. കുളിച്ച് ഫ്രഷാകാൻ ഞാൻ വേഗം പാട്ടും പാടി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവളെ വിളിച്ചു. അടുക്കള ഭാഗത്തേക്ക് വരാൻ പറഞ്ഞത് അനുസരിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. തുറന്നിട്ട വാതിൽ വഴി അകത്തേക്ക് കയറി. ഞാൻ ആ വാതിൽ അടച്ചു. അവളെ അവിടെ കാണാത്തത് കൊണ്ട് ഹന്നയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്നും അവൾ എന്നെ വിളിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ ഓരോ അടിയും വെച്ച് നടന്നു. വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് വാ പൊളിച്ചു ഞാൻ മുന്നോട്ട് നടന്നു. ഹാളിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിന്ന ചങ്ങലയിൽ കോർത്ത ബൾബ് കണ്ട് അന്തം വിട്ടുപോയി. ചുരുങ്ങിയത് 100 ബൾബെങ്കിലും അതിന്മേലുണ്ടാകും. അശ്ശോ! ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൾ അതാ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നു. തല മാത്രമേ കാണുന്നുള്ളൂ. ഹന്നയെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. എനിക്ക് കയറാൻ വഴിയൊരുക്കി അവൾ അകത്തേക്ക് നീങ്ങി നിന്നു. ഉള്ളിൽ കയറി ഞാൻ അവളുടെ വേഷം കണ്ട് തരിച്ചു നിന്നു. മുട്ടിൻ്റെ മേലെ വരെയുള്ള ഇറുകിയ വസ്ത്രത്തിനുള്ളിൽ അവളുടെ എല്ലാം തെറിച്ചു നിന്നിരുന്നു. അവളുടെ അരികിലേക്ക് നീങ്ങി എന്നെ അവൾ ബെഡിലേക്ക് തള്ളിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ ബെഡിൻ്റെ വലിപ്പം കണ്ടപ്പോൾ എൻ്റെ വീട്ടിലെ ഹാളിൻ്റെ വലിപ്പമാണ് എനിക്ക് ഓർമ്മ വന്നത്. അത്രയ്ക്ക് വിശാലമായ മുറിയായിരുന്നു അത്. ഞാൻ അവളുടെ കൈ പിടിച്ച് എന്നിലേക്ക് വലിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തു. സെൽമ വേഗം വരും. അവളെ അത്രയ്ക്ക് പേടിയാണോ? ബാബായുടെ അടുത്ത് പറയും. പിന്നെ ഞങ്ങൾ 2 പേരും കുറച്ചു നേരം സ്വർഗത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കളികളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോകാൻ നേരം അവൾ എന്നോട് പറഞ്ഞു, ഇനി ചാൻസ് കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. മാഡം 2 ദിവസം കൊണ്ട് വരില്ലേ? പിന്നെ കിട്ടുമോ? കിട്ടും. എന്തായാലും എനിക്ക് ഇതില്ലാതെ വയ്യ. എനിക്കും. പൊയ്ക്കോ, സെൽമ വരാനായി കാണും. പിന്നെയും സെൽമയുടെ കൂടെ ഹന്നയെ കണ്ടെങ്കിലും എനിക്കൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. ബാക്ക് ഇളക്കി എന്നെ ചൂടാക്കി അവൾ നടന്നു നീങ്ങുന്നത് കണ്ടിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവിടുന്ന് 2ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച ഉച്ചയുറക്കത്തിലായിരുന്നു ഞാൻ. വണ്ടികളുടെ ഹോൺ കേട്ടാണ് പെട്ടെന്ന് എണീറ്റത്. ജനലിലെ കർട്ടൻ നീക്കി ഞാൻ നോക്കുമ്പോൾ 2-3 വലിയ കാറുകൾ അകത്തേക്ക് പോകുന്നത് കണ്ടു. മേഡം വന്നിരിക്കുന്നു. അങ്ങനെ തിരിച്ച് കിടക്കാൻ നോക്കി ഞാൻ ഫോൺ അടിക്കുന്നത് കേട്ട് അതെടുത്ത് നോക്കി. സെൽമിയാണ് വിളിക്കുന്നത്. ഹലോ, ഡാ മേഡം വന്നു. ഞാൻ കണ്ടു വണ്ടികൾ വരുന്നത്. നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഫീൽ. ആ ശരി. ഫോൺ കട്ടാക്കി ഞാൻ മുഖമൊന്ന് കഴുകി വീട് ലക്ഷ്യമാക്കി നടന്നു. 3 വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് പോകാനായി എടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് തന്നെ കഫീലുമുണ്ട്. ആ വണ്ടി എന്നെ പാസ് ചെയ്ത് പോയതും കഫീൽ എന്നെ കണ്ടു. മുഖത്ത് നല്ലൊരു ചിരി വരുത്തി അയാൾ എനിക്ക് കൈ തന്നു. സുഖവിവരങ്ങളെല്ലാം തിരക്കി എൻ്റെ കയ്യിൽ ഒരു കീ തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഡത്തിന് പുറത്ത് പോകാനുള്ള വണ്ടിയാണ് ഈ കീ, നീ വെച്ചോ. അടുത്ത് കിടന്ന പുതിയ ലാൻഡ് ക്രൂയിസർ നോക്കി ഞാൻ തലയാട്ടി. തിരിച്ചു പോകാൻ ഒരുങ്ങിയ എൻ്റെ കയ്യിൽ ഒരു 100 റിയാലും അയാൾ വെച്ച് തന്നു. മാഡം വന്ന് 2 ദിവസം കഴിഞ്ഞ് കാണും. ഞാൻ മൊബൈൽ കളിച്ചിരിക്കുമ്പോൾ അറിയാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു. ഫോൺ എടുത്തതും മറുതലയ്ക്കൽ തേനൂറും കിളിനാദും തലയോട്ടി വരെ കോരിത്തെരിച്ചു. മറുതലക്കിൽ നിന്ന് സലാം പറഞ്ഞപ്പോൾ ഞാനതിന് മറുപടി നൽകി. ആസിഫ്, ഞാൻ ആയിഷ. മനസ്സിലായി മാഡം. 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് എനിക്ക് പുറത്തു പോകണം. ഓക്കെ മാഡം. പണ്ട് സെൽമ പറഞ്ഞത് ശരിയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി ചെറിയ മക്കളുടെ ശബ്ദം. ഞാൻ വേഗം റെഡിയായി. നല്ല അത്തറും അടിച്ച് വണ്ടി എടുക്കാൻ പോയി. അവിടുന്ന് ഒരു 5 മിനിറ്റായി കാണും. മാഡം ഇറങ്ങി വന്നു. ആകെ മൂടി, ആ കണ്ണ് മാത്രം വെളിയിൽ കാണാം. ലൂസ് പർദ്ദ ആയതിനാൽ ശരീരത്തിൽ ഘടനയൊന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ അധികം തടിയില്ലെന്ന് മനസ്സിലായി. നല്ല നീളവും. പിറകെ വന്ന ഹന്ന മുന്നിൽ
അടുത്ത് വന്നിരുന്നു. സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ചു. പോകേണ്ട സ്ഥലവും എനിക്ക് പറഞ്ഞു തന്നു. മനം മയക്കുന്ന അത്രയുടെ മണം വണ്ടിയിൽ ആകെ നിറഞ്ഞു. നേരെ പോയത് ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു. എനിക്കൊരു 50 റിയാലും തന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മാഡം ഇറങ്ങി. കൂടെ ഇറങ്ങാൻ ഒരുങ്ങിയ അന്നയോട് വേണ്ടെന്ന് പറഞ്ഞ് മാഡം അകത്തേക്ക് കയറിപ്പോയി. തൊട്ടപ്പുറത്തുള്ള കച്ച പാർക്കിൽ വണ്ടിയിട്ട് ഞാൻ അന്നയോട് ചോദിച്ചു, മാഡം എങ്ങനെയാൾ? പച്ച പാവം, നല്ല സ്വഭാവം. എത്ര വയസ്സ് കാണും? 20, അതിന് മുകളിൽ കാണില്ല. 20ഓ? കഫീലിന് 60 കാണില്ലേ? അതിനെന്താ, 20 തന്നെ കൂടുതലാണ്. കാണാൻ എങ്ങനെയുണ്ട്? മിസ്രി പെണ്ണ് എങ്ങനെയുണ്ടെന്നോ? വിരലൊന്ന് അമർത്തിയാൽ ചോര പൊടിയും. ആ കിളവൻ്റെ ഭാഗ്യം. അതിന് നീ എന്താ എണീറ്റ് നിൽക്കുന്നത്? അത് പറഞ്ഞവൾ എൻ്റെ പാൻറ്റിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കി. പിന്നെ എണീക്കാതെ ഇരിക്കുകയോ? ബ്യൂട്ടി പാർലറിൽ കയറിയാൽ പിന്നെ മണിക്കൂറുകൾ എടുക്കും വരാൻ. അത് എന്തിനുള്ള സിഗ്നലാണെന്ന് എനിക്ക് മനസ്സിലായി. കൂളിംഗ് ഉള്ള വണ്ടി അതിനാൽ ആരെയും പേടിക്കേണ്ട. എന്നെ നോക്കി അന്ന പിറകിലെ സീറ്റിലേക്ക് മുന്നിലെ ഗ്യാപ്പ് വഴി കടന്നു. എന്നിട്ട് അവൾ സീറ്റ് പിന്നോട്ടാക്കി ചാരി കിടന്നു. ചുറ്റും നോക്കി ഞാനും അവൾ അടുത്തേക്ക് ചെന്നു. എൻ്റെ മാഡത്തിനെ പറഞ്ഞപ്പോൾ ഒരു ഇളക്കം. ഏയ്, കിട്ടിയാൽ ബമ്പറാണ്. നമുക്കൊക്കെ എങ്ങനെ കിട്ടാനാ? പറയാൻ പറ്റില്ല. കഫീലിനെ കൊണ്ട് പറ്റില്ല അതിനെ തളയ്ക്കാൻ. ആളും മനുഷ്യനുമില്ലാത്ത ഇവിടെ ഒരു വലിയ വീടും വെച്ച് കൊണ്ട് വന്നാക്കിയാൽ മാഡം ചാടിപ്പോകാതിരിക്കാനാണ്. ഞാൻ ഹന്നയോട് ചോദിച്ചു, മാഡം അത്രയ്ക്ക് സുന്ദരിയാണോ? ഇറുകിയ ഡ്രസ്സ് ഇട്ടാണ് വീട്ടിൽ നടത്തും. ആസിഫയെ ബാഗൊക്കെ കാണണം, എന്തൊരു ഭംഗിയാ. കൊതിപ്പിക്കല് പെണ്ണെ, കേട്ടിട്ട് തന്നെ സഹിക്കാൻ വയ്യ. എല്ലാ തരിപ്പും എൻ്റെ മേൽ തീർത്തോ തൽക്കാലം. നിൻ്റെ മേൽ തീർക്കാനും ഇതുപോലെ വല്ല ചാൻസും കിട്ടണ്ടേ? അത് വേണം. ഒളിച്ചും പാത്തും ചെയ്യുന്നതിലും ഒരു സുഖമുണ്ട്. എന്നെ എരി കയറ്റാൻ എന്നോണം അവൾ നല്ലോണം മാഡത്തെ പറ്റി പറഞ്ഞു. ആഹാ, ആസിഫെ മാഡമാണെന്ന് കരുതി എന്നെ കളിക്ക്. മാഡം തന്നെയാ നീ. ഇതൊരു വട്ടം കിട്ടിയാൽ മാഡം പിന്നെ നിന്നെ ഉറങ്ങാൻ വിടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കാറിൽ സുഖിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഡം എത്തി. പിന്നെ ഓട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഞാൻ ക്ഷീണം കൊണ്ട് കുറച്ചു നേരം കിടന്നു. ഫോൺ അടിക്കുന്നത് കേട്ടാണ് എണീറ്റത്. എടുക്കാൻ നേരം അത് കട്ടായി. ആരെന്ന് നോക്കുമ്പോൾ അന്ന. വേഗം അവളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ ആസിഫെ, ഫോട്ടോ കണ്ടാ? ഇല്ല. എന്നാൽ നോക്ക്, ഞാൻ അയച്ചിട്ടുണ്ട്. സത്യമാണോ? ആടാ. ഫോൺ ചെവിയിൽ നിന്ന് എടുത്ത് ഞാൻ സ്ക്രീനിൽ നോക്കി. വാട്സപ്പിൽ മെസ്സേജ് വന്നത് കാണാനുണ്ട്. ഞാൻ നോക്കിയില്ല. എന്നാൽ നോക്ക്, കണ്ടിട്ട് വിളിക്കോ? ആടി. ഫോൺ കട്ടാക്കി ഞാൻ വേഗം വാട്സപ്പ് തുറന്ന് 4 ഫോട്ടോ അവൾ അയച്ചിട്ടുണ്ട്. വൈഫൈക്കും സ്പീഡില്ലെന്ന് തോന്നിയ നിമിഷം ഡൗൺലോഡായ പിക്ചർ ഞാൻ ഓണാക്കി. ചുവപ്പ് നൈറ്റ് പോലെയുള്ള ഇറുകിയ ഡ്രസ്സിൽ മാഡത്തിൻ്റെ ബാക്കും മെലിഞ്ഞ നീളമുള്ള ശരീരം. താഴോട്ട് നോക്കും തോറും പാൻറ്റിൻ്റെ ഉള്ളിൽ ഇളക്കം തുടങ്ങി കടഞ്ഞെടുത്ത പിന്നഴക്. അതിൻ്റെ വലിപ്പവും പിന്നോട്ട് തള്ളിവിടുന്ന നിലയിലുള്ള ബാക്കും. എൻ്റെ അമ്മോ, ഞാനാകെ വിയർക്കാൻ തുടങ്ങി. അടുത്ത ഫോട്ടോയും അങ്ങനെ തന്നെ. മാഡം നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. ഉടനെ ഞാൻ അന്നയെ വിളിച്ചു. ഹലോ അന്ന, കണ്ടാ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. മൂടായ മുത്തേ നിനക്ക്. ആടി, രാത്രിയാവട്ടെ, നമുക്ക് തീർക്കാം. അതുവരെ ഫോട്ടോ കണ്ടിരിക്കുക. എന്നിട്ട് ആ ഭ്രാന്ത് മുഴുവൻ എൻ്റെ മേൽ തീർക്ക്. ശരി, ഇനിയും അയക്കുമോ? ചാൻസ് കിട്ടിയാൽ അയക്കാം. ഫോണും വെച്ചിട്ട് ഞാൻ ആ ഫോട്ടോകൾ എല്ലാം നോക്കി. ഫോണും എടുത്ത് ബെഡിലേക്ക് വീണതും മാഡം വിളിച്ചതും ഒപ്പമായിരുന്നു. സെൽമയും കൂട്ടി വീട്ടു സാധനങ്ങൾ വാങ്ങാനാണ് പറഞ്ഞത്. അന്നയാണെങ്കിൽ ഒരു പണി കൂടി കൊടുക്കാമായിരുന്നു എന്നോർത്ത് ഞാൻ വണ്ടി എടുക്കാൻ പോയി. കാറിൻ്റെ അടുത്ത് എന്നെയും കാത്ത് സെൽമ നിന്നിരുന്നു. കണ്ടപാടെ ഒന്ന് ചിരിച്ച് ബാക്കിലേക്ക് അവൾ കയറി. വർത്തമാനങ്ങളും മറ്റുമായി ഞങ്ങൾ അവിടെ എത്തി. വീട്ടിലേക്ക് തിരിച്ചെത്താൻ നേരം സെൽമ എന്നോട് പറഞ്ഞു, എന്താടാ അന്നയുമായി ഒരു ചുറ്റിക്കളി? ഒന്ന് പേടിച്ചെങ്കിലും ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞു. എന്ത്? വേണ്ട, ഉരുളണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒന്നുമില്ല, വെറുതെ ഓരോന്നുണ്ടാക്കല്ലേ. നീ പേടിക്കണ്ട, നോക്കിയും കണ്ടു മതി. ഒന്നുമില്ല അവളെ എനിക്കറിയാം. നീ കിടന്ന് ഉരുണ്ട് മറിയണ്ട. നമ്മൾ മലയാളികളെ പോലെയല്ല എത്യോപ്യ പെണ്ണുങ്ങൾ. ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർത്തേ അവർ അടങ്ങൂ. വയറ്റിലാവാതെ നോക്കിക്കോ. പടച്ചോനെ, അവളെല്ലാം പറഞ്ഞു കൊടുത്തോ? ഒന്നും മിണ്ടാതെ ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി. എന്തെങ്കിലും സഹായം എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടാ. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് സെൽമ അത് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് ആക്കിയതുപോലെയാണ് തോന്നിയത്. നീ എന്താ മിണ്ടാത്തത്? അവൾ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അറിഞ്ഞത്. അവളോട് പോയി ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരോടും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഞാൻ അറിഞ്ഞതായി അവൾ അറിയണ്ട. എല്ലാം കഴിഞ്ഞു. ഫോൺ വിളിക്കും, അത് നുണ അല്ല, സത്യം. ഇന്നവൾ വന്നത് നടക്കാൻ പോലും വയ്യാതെയാണ്. അകം പുറം മറിച്ചു അവളെ. ഒന്നും മിണ്ടാതെ അവളുടെ വാക്കുകൾ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു ഞാനിരുന്നു. അവളെ പോലെയല്ല ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും. ഒരു കുഞ്ഞു പോലും അറിയാതെ. എന്ത്, നീ ഇവിടെ വന്നത് പൈസയ്ക്കല്ലേ? അതെ, എൻ്റെ കൂടെ നിൽക്കോ? ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് കിട്ടും. എങ്ങനെ? അതൊക്കെയുണ്ട്, നിനക്കൊരു റിസ്ക്കുമില്ല. കാര്യം പറയേ, പൈസ ഞാൻ തരാം. അത് നീ നാട്ടിലെത്തിക്കണം.
അത് നിൻ്റെ പേരിലും നിൻ്റെ അക്കൗണ്ടിലും ഇടാൻ പാടില്ല. എന്തൊക്കെയോ പറയുന്നത് നിനക്ക്. എവിടുന്ന പൈസ? അടിച്ചു മാറ്റലാണോ? ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിയ വകയിൽ 300 റിയാൽ എനിക്ക് കിട്ടി. അതൊന്നും അവർ അറിയില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10,000 റിയാൽ അടുക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 100 വാങ്ങിയത്. അതാണ് പറയുന്നത്. പൈസ ഉണ്ടെങ്കിലും കൂടെയുള്ളവരുടെ അടുത്ത് ഇല്ലെന്നേ പറയാവൂ. സംശയം തോന്നാൻ പാടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ വീട്ടിൽ ആരോടെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറയും. എന്നിട്ട് നിൻ്റെ കൂട്ടുകാർ വഴി അതിലേക്ക് അയക്ക്. നിനക്ക് അതുപോലെ ചെയ്തൂടെ? എന്നിട്ട് പൈസ ആരയക്കും? നീയോ എന്ന് കഴിഞ്ഞ് കഫീലിന് അറിയാം നമ്മൾ എത്ര പൈസ അയക്കുന്നു എന്ന്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. എനിക്ക് എത്ര കിട്ടും? ആ അക്കൗണ്ടിൽ എത്ര പൈസ വരുന്നു അതിൻ്റെ പകുതി. എന്നാൽ ഞാൻ ഓക്കെ. ആരും അറിയരുത്. ഹന്നയോട് തീരെ പറയരുത്. അവളോ ഇല്ല, പറയാൻ പറ്റില്ല. നിൻ്റെ സൂക്കേട് തീർക്കുന്ന ആളല്ലേ. അതിപ്പോൾ നിനക്കും തീർക്കാം. അവളെപ്പോലെ തീർക്കാൻ പറ്റിയില്ലെങ്കിലോ? അത് ഞാനല്ലേ തീർക്കുന്നത്. എന്നാൽ അവളെ ഒഴിവാക്കൂ. അത് സംശയമാകും. അപ്പോൾ രണ്ടാളും വേണമല്ലേ? കിട്ടിയാൽ. വീടെത്താറായി. മാഡം വിളിക്കൂ നിനക്ക്? ഇല്ല. എന്തേ? ഇതുവഴി വണ്ടികൾ വരില്ല. ഒന്ന് സൈഡാകട്ടെ. എല്ലാ നിലയിലും എൻ്റെ പാതിയാവാനാണോ? സമ്മതിച്ചാൽ ഇതിലിട്ടാണ് അവളെ കളിച്ചത്. ആ പറ്റുമോ അതിനൊക്കെ? റൂമിനേക്കാൾ സൗകര്യമുണ്ട്. അത് ശരിയാ. കണ്ണാടിയിലൂടെ സെൽമയെ നോക്കി ഞാൻ ആ കണ്ണുകളിൽ തിളക്കം കണ്ടു. നേരത്തെ അന്ന അയച്ച മാഡത്തിൻ്റെ ഫോട്ടോ ഓർമ്മ വന്നതും കാറ് ഞാൻ റോഡിൽ നിന്നും മാറി മണ്ണിലൂടെ കുറച്ച് ദൂരം ഓടിച്ചു. പെട്ടെന്നൊരു വണ്ടി അവിടെ ഉള്ളത് ആരും കാണില്ലെന്ന് ഉറപ്പിച്ച് ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. ഒന്നും മിണ്ടാതിരുന്ന സെൽമയെ അടിമുടി ഒന്ന് നോക്കി. അവളുടെ അടുത്തേക്ക് ചാടി. അത്യാവശ്യം നിറവും തടിയുമുള്ള അവളെ ഞാൻ കൈ പിടിച്ച് എൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. ആസിഫെ, ആരെങ്കിലും കാണുമോ? ഇല്ലടി, വേഗം പോകാം നമുക്ക്. പേടിയുണ്ടിട്ടാ. 5 മിനിറ്റ് കൊണ്ട് തീർക്കാം. കോഴിപ്പണിയാ. എന്നാൽ പാമ്പ് പണി എടുക്കുന്നത് പോലെ ആയാലോ? സമയമെടുക്കുമോ? ഒരുപാട്. അത്ര വേണ്ട. രണ്ടാളുടെയും സൂക്കേട് തീരണം. ഞാൻ അവളുടെ കവിൾത്തടം കൈകളിൽ കോരിയെടുത്ത് വിറയ്ക്കുന്നത് കൈകൾ കൊണ്ട് അവളെ കോരിയെടുത്തു. എല്ലാം മറന്ന് അവൾ മുന്നിലേക്ക് പടർന്നു കയറി. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും സൂക്കേടുകളെല്ലാം വണ്ടിയിൽ വെച്ച് തീർത്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂമിലെത്തി നന്നായി ഒന്ന് കുളിച്ചു. 2 എണ്ണമാണ് ഇന്ന് അകത്ത് തന്നത്. ഇനിയുള്ള കാലം കയ്യിൽ പിടിച്ച് കളയേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. രാത്രി ഭക്ഷണവുമായി വന്നത് സെൽമ ആയിരുന്നു. പതിവില്ലാതെ അവളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നെന്തേ പതിവില്ലാതെ? എൻ്റെ ഹന്നയെ ആകും പ്രതീക്ഷിച്ചതല്ലേ? അതല്ല, വരാറില്ലല്ലോ. അതാ. അവൾക്ക് ഞാൻ അവിടെ പണി കൊടുത്തു. പിന്നെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? നിന്നെ. ആ കവിൾ ചുവന്ന് തുടിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടാൽ മതിയോ? 5 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? വല്ലാത്തൊരു ആകർഷണം ആ ചോദ്യത്തിനുണ്ടായിരുന്നു. എനിക്ക് നടക്കും. നിൻ്റെ കാര്യമാണ്. എന്നാൽ അങ്ങോട്ട് വാ. അതും പറഞ്ഞവൾ വീടിൻ്റെ സൈഡിലുള്ള മതിലിൻ്റെ ഇരുട്ട് പരന്ന സ്ഥലത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ പിറകെ ചെന്ന ഞാൻ പിന്നിലൂടെ വട്ടം പിടിച്ച് മതിലിനോട് ചേർത്ത് നിർത്തി. വേഗം എന്നെ കാണാതായാൽ കുഴപ്പമാണ്. അങ്ങനെ സെൽമ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പോകാൻ നേരം വസ്ത്രം നേരെയാക്കി അവൾ പറഞ്ഞു, നാളെ ഞാൻ തന്നെ വരും ഫുഡും കൊണ്ട്. വരണം. ഇവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. എനിക്കും. പിന്നെ ഫോട്ടോ ഞാൻ അയക്കാൻ. കണ്ടിട്ട് കളയണം. ആ, ഇതാ ഞാൻ പറഞ്ഞ പൈസ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. ബ്രായുടെ ഉള്ളിൽ നിന്നും കുറേ നോട്ടുകൾ എടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങി തലയാട്ടി റൂമിലേക്ക് കയറി. വീട്ടിൽ പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഉമ്മ അത് ആരോടെങ്കിലും പറഞ്ഞാൽ കഴിഞ്ഞു. അനിയത്തിയെ വിളിച്ച് പറഞ്ഞാൽ അവളാകുമ്പോൾ മിണ്ടില്ല. ഉടനെ അവളെ വിളിച്ച് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു. അതിലേക്ക് വരുന്ന പൈസ ഒരാൾ അറിയാനും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ വേറെ ഒന്നും ചോദിച്ചില്ല. ഇവിടെ ഈ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ മാസം 6 കഴിഞ്ഞു. അന്നയും സെൽമയും മുടങ്ങാതെ എല്ലാം തരുന്നുണ്ട്. എങ്കിലും മാഡം എന്ന സ്വപ്നം ഇപ്പോഴും ഒരുപാട് അകലെയാണ്. 2 പേരും മാറി മാറി അയച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ മാഡത്തിൻ്റെ കോള് കണ്ട് പെട്ടെന്ന് എണീറ്റു. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, വേഗം റൂമിലേക്ക് വാ എന്ന്. അത് കേട്ടതും എൻ്റെ നെഞ്ചാകെ പിടഞ്ഞു. എന്തിനാകും മാഡം എന്നോട് വരാൻ പറഞ്ഞത്?